ഈശ്വരനെ നമ്മളെപ്പോലുള്ള അല്പജ്ഞാനികളായിരിക്കുന്ന മനുഷ്യന്മാർക്ക് ഈ വിശ്വമായി നിറഞ്ഞു നിൽക്കുന്ന ഭഗവാനെ നമുക്ക് ഈ ജന്മത്തിൽ പോലും സാധിക്കില്ല. അപ്പോൾ അത് ഒരു വൈഡായിട്ട് നമുക്ക് ഒരിക്കലും പോസിബിൾ അല്ല. ദേവതാ സങ്കല്പത്തിൽ ഉപാധിയിലൂടെ എവിടേക്ക് എത്താം? ഭഗവാനിലെ ആ വിരാട് സ്വരൂപത്തിലേക്ക് എത്താം. ദേവതാ സങ്കല്പത്തിൽ, അതായത് വിശ്വം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആ ചൈതന്യത്തെ നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു ദേവതയായിട്ട്, നമ്മളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ദേവതയായിട്ട്. അറിവ് എന്ന് പറഞ്ഞ സംഗതിയെ രണ്ട് തരത്തിൽ ഉപയോഗിക്കാം. നല്ല കാര്യങ്ങൾക്കും അറിവ് ഉപയോഗിക്കാം. അതേ അറിവ് വെച്ചിട്ട് സമൂഹത്തിന് ഭിന്നിപ്പുണ്ടാക്കാനും അല്ലെങ്കിൽ വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യാനും ഉപയോഗിക്കാം. ഒരേ അറിവ് തന്നെയായിരിക്കും. എല്ലാവർക്കും നമസ്കാരം. ഭാഗവതത്തിലെ ഓരോ കഥകളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോഴും ആ കഥകൾ മാത്രമല്ല, അതിൻ്റെ തത്വങ്ങൾ, ഈ തത്വങ്ങൾ നമ്മൾ ജീവിതത്തിൽ മനസ്സിലാക്കിയിട്ട് പ്രായോഗിക തലത്തിലേക്ക് എടുക്കുമ്പോഴാണ് അത് ആ ഭാഗവതം നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാറും. ഓരോ കഥകളിലും നമ്മൾക്ക് ഉണ്ടാകുന്ന സംശയങ്ങൾക്കുള്ള ഉത്തരമാണ് ഓരോ കഥകളിലൂടെയും. കാരണം ഭാഗവതം അവതരിപ്പിക്കുന്നത് ചോദ്യോത്തര രൂപത്തിലാണ്. ഓരോ ചോദ്യങ്ങളായിട്ട് ചോദിക്കും, അതിനുള്ള ഉത്തരമായിട്ടാണ് ഓരോ കഥകളായിട്ടും ഓരോ കാര്യങ്ങളായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. ഇവിടെ 7 ദിവസത്തിന് ശേഷം ആ തക്ഷകന്റെ ദംശനമേറ്റ് മരണം വരിക്കുമെന്നുള്ള ശാപം, പരീക്ഷത്തിന് ലഭിച്ച ശാപം. അപ്പോൾ 7 ദിവസമേ ആയുസ്സുള്ളൂ. അപ്പം മരണത്തെ മുമ്പിൽ കാണുന്ന അവസ്ഥയാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ അവസ്ഥയിൽ തനിക്ക് എന്താണ് ഇനി ചെയ്യാനുള്ളത് എന്ന ചിന്ത, അതാണ് പരീക്ഷത്ത്. അപ്പം ഭാഗവത ധർമ്മത്തെക്കുറിച്ച് 7 ദിവസം കൊണ്ട് ശ്രീശുക ബ്രഹ്മർഷി ആ പരീക്ഷത്തിനായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. ഇവിടെ പരീക്ഷത്തിന് പറഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലുള്ള ആൾക്കാർക്കാണ് ഈ ഭാഗവത തത്വം കൊണ്ട് ആവശ്യം. ഈ ഭൗതികപരമായിട്ടുള്ള ഈ ലോകത്ത് ജീവിതം എന്താണ് എന്ന് അറിയാതെയാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. പലരും ജീവിക്കുന്നുണ്ട്. എങ്ങനെയാണ് ജീവിക്കുന്നത്? നമ്മൾ ജീവിതത്തെക്കുറിച്ച് അറിയാതെയാണ് ജീവിക്കുക. എല്ലാവരും രാവിലെ എഴുന്നേൽക്കുന്നു, ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നു. അങ്ങനെയല്ല. ഭാഗവതം പറയണു, ജീവിക്കുന്നതിന് മുന്നേ ജീവിതം എന്താണെന്ന് മനസ്സിലാക്കൂ. അപ്പം മനുഷ്യൻ എന്താണെന്ന് മനസ്സിലാക്കുക, ഈ പ്രപഞ്ചം എന്താണെന്ന് മനസ്സിലാക്കുക. ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ, നമ്മുടെ ഉള്ളിലുള്ള ചോദ്യങ്ങൾ, സംശയങ്ങൾ, ഇതൊക്കെ ദൂരീകരിക്കുക. എന്തിനാണ് നമ്മൾ ഈ ശരീരം എടുത്തിരിക്കുന്നത്? എല്ലാവർക്കുള്ള ഈ ശരീരം എന്താണ്? ജീവിതം എന്താണ്? ഈ ശരീരം കൊണ്ടുള്ള നമ്മുടെ ധർമ്മം എന്താണ്? നമ്മുടെ ലക്ഷ്യം എന്താണ്? ഇപ്പം നമ്മളോട് ഒരാൾ ചോദിക്കുക, എന്താ നിങ്ങളുടെ ലക്ഷ്യം എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും, എന്താ, നല്ല ജോലി കിട്ടണം, പൈസ ഉണ്ടാവണം, സമ്പാദിക്കണം, കുടുംബമൊക്കെ നല്ല രീതിയിൽ കൊണ്ടുപോകണം. ഇതൊക്കെയാണ് നമ്മൾ പറയുന്ന ലക്ഷ്യങ്ങൾ. അല്ലെങ്കിൽ നല്ല പൈസയൊക്കെ, നല്ല വീട്, കാര്യങ്ങൾ, ഇതൊക്കെ ഉണ്ടാവണം എന്നാണ് നമ്മളൊക്കെ പറയുക. പക്ഷേ ഭാഗവതം പറഞ്ഞു, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വ്യാവഹാരിക തലത്തിൽ താൽക്കാലികമായിരിക്കുന്ന വിഷയസുഖങ്ങളെയാണ് നമ്മൾ വലിയ ലക്ഷ്യമായിട്ട് നമ്മൾ കാണുന്നത്. ഭാഗവതം പറയുന്നു, ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. ആത്യന്തികമായിരിക്കുന്ന ഓരോ മനുഷ്യൻ്റെയും ലക്ഷ്യം എന്താണ്? അനുഭവിക്കുക, അനുഭവജ്ഞാനം നേടുക, അറിവ് നേടുക, വിദ്യ നേടുക. വേദം എന്ന് പറഞ്ഞാൽ അറിവ്. ആ അറിവ് സമ്പാദിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും ഈ ശരീരം സ്വീകരിച്ചിരിക്കുന്നത്. ഈ ഭൗതികപരമായിട്ടുള്ള ഈ ശരീരം കൊണ്ട് ഈ ഭഗവാന്റെ വിരാട് സ്വരൂപത്തിൻ്റെ ആ വിരാട് സ്വരൂപത്തെ അനുഭവിക്കുക. അതിനു വേണ്ടിയിട്ടാണ് ഓരോരോ ജന്മങ്ങളായിട്ട് നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത്. ഈ ശരീരം സ്വീകരിച്ചതിന് വേണ്ടിയ അനുഭവം, വേറെ ഒന്നുമില്ല. നമ്മൾ വരുന്ന സമയത്ത് യാതൊരു സാധനം കൊണ്ടുവരുന്നില്ല. പോകുന്ന സമയത്തും ഉദയം വരെ തന്നെയാണ് പോവുക, ഒന്നും കൊണ്ടുപോകുന്നൊന്നുമില്ല. അപ്പം ഇങ്ങോട്ട് വന്നത് എന്തിനാ? ഈ പ്രപഞ്ചത്തെ അനുഭവിക്കുക. അപ്പം നമ്മളത് ചെയ്യുന്നുണ്ടോ എന്നാണ് ചോദ്യം. ആദ്യത്തെ ചോദ്യത നമ്മളോട് ചോദിക്കേണ്ട ചോദ്യമാണ്. നമ്മൾ ജീവിക്കണത് നമ്മൾ അറിഞ്ഞിട്ടാണോ ജീവിക്കുന്നത്? ഇത് അറിയാതെ ജീവിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രതിസന്ധികളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ പകച്ചു നിൽക്കുന്നത്. അറിവ് ഉള്ള ഒരാൾക്ക് യാതൊരു പരിഭ്രമവും ഉണ്ടാവില്ല. അപ്പം നമുക്ക് പരിഭ്രമവും അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത് എന്നുള്ള ഈ അവസ്ഥ ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? നമുക്ക് ജീവിതത്തെക്കുറിച്ച് അറിയില്ല. അതുകൊണ്ടാണ് ഈ മനസ്സ് വളരെ സങ്കുചിതമായിട്ട് നമ്മൾ ചിന്തിക്കുന്നു. വിഷയസുഖങ്ങളിൽ മുഴുകിയിട്ടാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ടാണ് നമുക്ക് പലതരത്തിലുള്ള ദുഃഖങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ മുമ്പിൽ വരുമ്പോൾ നമ്മളവിടെ പകച്ചു നിൽക്കേണ്ട അവസ്ഥ വരുന്നത്. അപ്പം അവിടെയാണ് ഭാഗവതം പറയണു, നിങ്ങൾ അതിനെ തരണം ചെയ്യണമെങ്കിൽ എന്ത് വേണം? വിഷയസുഖങ്ങളിൽ നിന്ന് മുക്തി നേടണം. അവിടെ നിന്നാണ് മുക്തി. മോക്ഷം കിട്ടേണ്ടത് എന്താ? ആദ്യം മോക്ഷം കിട്ടേണ്ടത് വിഷയസുഖങ്ങളിൽ നിന്നാണ്. നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്
ഭൂരിഭാഗം ആൾക്കാർക്കും വിഷയത്തിലുള്ള ആസക്തിയാണ്. നമ്മൾ തെറ്റിദ്ധരിക്കുകയാണ്. ധാരാളം ധനമുണ്ടെങ്കിൽ ജീവിതം സുഖമായി, അല്ലെങ്കിൽ ഒരുപാട് സമ്പത്തുണ്ടെങ്കിൽ ജീവിതം സുഖമായി. ധാരാളം പൈസ ഉള്ള ഒരാളോട് ചോദിച്ചു നോക്കൂ, അങ്ങേക്ക് സുഖമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയ്യോ ഒന്നും പറയണ്ട, എത്ര ഒരുപാട് ടെൻഷനായിട്ടായിരിക്കും ഏറ്റവും ധനമുള്ള ആൾ നടക്കുന്നുണ്ടാവുക. എന്നാൽ ധനം വളരെ കുറച്ചുള്ള ആൾക്ക് ചെറിയ ദുഃഖങ്ങളെ ഉണ്ടാവുള്ളൂ. അപ്പം ധനം വന്നു വിചാരിച്ചത് കൊണ്ടോ അതൊന്നുമല്ല ആത്യന്തികമായിരിക്കുന്ന സുഖം. അത് നമ്മൾ തെറ്റിദ്ധരിക്കുക. അപ്പോൾ നമ്മളെ മനസ്സിനെ ഉയർന്ന തലത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഭാഗവത ധർമ്മങ്ങൾ ദിവസവും അത് മനസ്സിലാക്കി, അത് ദിവസവും പാരായണം ചെയ്ത്, അത് ജീവിതത്തിൽ അപ്ലൈ ചെയ്തുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഭാഗവതം നമ്മളോട് പറയുന്നത്. ഈ വിശ്വം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. ആ ഈശ്വരനെ നമ്മൾ അനുഭവിക്കുക, അതാണ് നമ്മുടെ ലക്ഷ്യം, അല്ലെങ്കിൽ ശരീരം എടുത്തതിൻ്റെ ഉദ്ദേശം. ഇന്ദ്രിയങ്ങളെ കൊണ്ട്, അല്ലെങ്കിൽ 5 ഇന്ദ്രിയങ്ങൾ പറയുന്നുണ്ട്, 5 ഇന്ദ്രിയങ്ങളെ കൊണ്ട് അത് മനസ്സിലാക്കി, അപ്പോൾ അത് ബുദ്ധി ഉറപ്പിക്കും. 5 ഏതൊക്കെയാണത്? കണ്ണ്, മൂക്ക്, നാക്ക്, തോക്ക്, സ്പർശനം തുടങ്ങിയ 5 കാര്യങ്ങളെ കൊണ്ട് നമ്മൾ ഈ ലോകത്തെ ഉള്ള പ്രപഞ്ചത്തെ മുഴുവൻ അനുഭവിക്കുന്നു. അപ്പോൾ നമ്മളിത് അനുഭവിക്കാൻ ശ്രമിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ഉണ്ട്. എന്താ അത്? നമ്മൾ തന്നെ ആ മനസ്സിൽ അതിർവരമ്പുകൾ കെട്ടിവെക്കും. ഇങ്ങനെ അതിർവരമ്പ് നമ്മുടെ മനസ്സിനെ നമ്മൾ കെട്ടുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് കിട്ടേണ്ടതായിരിക്കുന്ന അറിവ് നമുക്ക് നഷ്ടപ്പെടുകയാണ്. എനിക്ക് അതൊന്നും കേൾക്കന്നെ വേണ്ട, ഇങ്ങനെ ചിന്തകൾ വരുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ അതിർവരമ്പിടുക. അതൊരാൾ ഒരു കാര്യം പറയുകയാണ്, അത് കേൾക്കുക, നമ്മൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സ്വീകരിച്ചാൽ മതി, യാതൊരു നിർബന്ധവും ഇല്ല. അതിൽ നിന്ന് എന്തെങ്കിലും നമുക്ക് ഗ്രഹിക്കാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഗ്രഹിക്കുക. ആ ഗ്രഹിച്ചതിന് ശേഷം മനനം ചെയ്യുക, അതിനെക്കുറിച്ച് നമ്മൾ തന്നെ വിശദമായിട്ട് ചിന്തിക്കുക. നമ്മൾ തീരുമാനം എപ്പോഴും നമ്മളല്ല തീരുമാനം എടുക്കാറ്, നമ്മൾ മറ്റുള്ളവരുടെ അടുത്തേക്ക് ഇങ്ങനെ കൊടുക്കും. അവർ പറയുന്നത് അതായിരിക്കും ശരി എന്ന് വിചാരിച്ച് ഇങ്ങനെ പോകും. അതുകൊണ്ടാണ് നമ്മൾ ചൂഷണം ചെയ്യപ്പെടുന്നത്. നമ്മളെ ആരെങ്കിലും പറ്റിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ കാരണക്കാരനാരാ? നമ്മൾ തന്നെയാണ്. നമ്മൾ പറ്റിക്കാൻ വേണ്ടി നിന്ന് കൊടുക്കുകയാണ്. നമുക്ക് എല്ലാ കഴിവും ഭഗവാൻ തന്നിട്ടുണ്ട്. ആ കഴിവ് ഉപയോഗിക്കണം. നമുക്ക് ഭഗവാൻ തന്ന കഴിവ് ഉപയോഗിക്കാണ്ട് ഭഗവാനെ കുറ്റം പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ല. എല്ലാവർക്കും എല്ലാ കഴിവുകളും ഭഗവാൻ ഈശ്വരൻ തന്നിട്ടുണ്ട്. അത് ഉപയോഗിക്കണം. അത് ഉപയോഗിക്കാണ്ട് ഭഗവാനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഈശ്വരൻ ഉണ്ടോ ഈശ്വരൻ ഇല്ലേ എന്നൊക്കെ പറഞ്ഞ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടി നടന്നിട്ട് എന്ത് കാര്യം? ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കേണ്ടതായ അനുഭവ സമ്പത്ത് നേടുക. ഏറ്റവും വലിയ സമ്പത്ത് എന്താ? അനുഭവജ്ഞാനാണ്. ഏറ്റവും വലിയ ജ്ഞാനം അനുഭവജ്ഞാനാണ്. ആ അനുഭവജ്ഞാനമാണ് നമ്മളെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വൈകാരികപരമായിട്ട് നമ്മൾ തളയ്ക്കപ്പെട്ടു പോവുകയാണ്. അറിഞ്ഞോ അറിയാതെയോ സംഭവിക്കുന്ന ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുന്ന ഒരു 5-6 കാര്യങ്ങളെ ജീവിതത്തിൽ നമുക്ക് പ്രതിസന്ധിയായിട്ടുള്ളൂ. ഏതൊക്കെയാണ്? ഒന്ന് സാമ്പത്തികം, പിന്നെ കുടുംബപരമായ പ്രശ്നങ്ങൾ. ഒരു വിരലിലെണ്ണാവുന്ന പ്രശ്നങ്ങളെ ഭൂരിപക്ഷം ആൾക്കാർക്കും ഉള്ളൂ. പിന്നീടുള്ള പ്രശ്നങ്ങളൊക്കെ എന്താ? നമ്മൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ്. സാഹചര്യങ്ങളെ കൊണ്ട് വരുന്നത് വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. അത് നമ്മുടെ പ്രവൃത്തിയെ ബാക്കിയൊക്കെ പ്രവൃത്തിയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതായിരിക്കുന്ന പ്രശ്നങ്ങളാണ്. അപ്പോൾ അത് വേണേൽ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അതെന്താ? നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞിട്ട് എന്തൊരു കാര്യം ചെയ്യുന്നതിന് മുന്നേ 10 വട്ടം ചിന്തിക്കുക. അങ്ങനെ പ്രവൃത്തിയിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ആ പ്രശ്നത്തെ നമ്മളിലേക്ക് വരില്ല. അറിയാണ്ട് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് ആ പ്രശ്നത്തിൽ പകച്ചു നിന്ന് പോകേണ്ട അവസ്ഥ വരുന്നത്. പിന്നെ ഏതൊരു കാര്യം ചെയ്യുമ്പോൾ അറിഞ്ഞിട്ട് വേണം ചെയ്യുക. അതാണ് ഭാഗവതം പറയുന്നത്. ജീവിതം അറിഞ്ഞിട്ട് നിങ്ങൾ ജീവിക്കൂ, അല്ലാണ്ട് ഭൗതികപരമായിട്ടുള്ള യാതൊന്നും ചെയ്യണ്ട എന്നൊന്നും ഭാഗവതം പറഞ്ഞിട്ടില്ല. എന്തൊക്കെയാണോ അനുഭവിക്കുക, ആ അനുഭവിച്ചതിന് ശേഷം വിരക്തി നേടുക. അല്ലാണ്ട് ജനിച്ചപ്പോൾ തന്നെ അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞിട്ട് സർവം ബ്രഹ്മമയെന്ന് പറഞ്ഞിട്ട് ജീവിക്കണം എന്ന് പറഞ്ഞിട്ടില്ല. അതിനാണ് ഇവിടെ 4 ആശ്രമങ്ങളായിട്ട് പറയുന്നു. ബ്രഹ്മചര്യം, ഗൃഹസ്ഥാശ്രമം, വാനപ്രസ്ഥം, സന്യാസം. ഈ ഒരു ഓർഡറിൽ തന്നെയേ നമ്മൾ പോണ്ടു. അല്ലാണ്ട് ബ്രഹ്മചര്യം ആകുമ്പോൾ തന്നെ സന്യാസത്തിലേക്ക് പോകണം എന്ന് ആരും പറഞ്ഞിട്ടില്ല. ഗൃഹസ്ഥാശ്രമം എന്ന് പറഞ്ഞാൽ അതുണ്ട്. ഗൃഹസ്ഥാശ്രമി ആയിരിക്കണം നിർബന്ധമായിട്ട്. ഏതെങ്കിലും ഒരു ആശ്രമത്തിൽ എന്തായാലും ജീവിക്കണം. ഒരാശ്രമത്തിലും ഇല്ലാണ്ട് ജീവിക്കരുത്. ഒന്നില്ലേ ബ്രഹ്മചര്യം. എന്താ ഈ ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ? പൊതുവേ ആൾക്കാർ തെറ്റിദ്ധരിച്ച് വയ്ക്കുക, കല്യാണം കഴിക്കാണ്ട് നടക്കലാണ് ബ്രഹ്മചര്യം എന്നാ. അങ്ങനെയല്ല. ബ്രഹ്മചാരി എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തിലേക്ക് ചരിക്കുന്ന ആള്. അപ്പം എന്താണ് ബ്രഹ്മം? അടുത്ത ചോദ്യം, എന്താണ് ബ്രഹ്മം? ഈ കാണുന്നതൊക്കെയാണ് ബ്രഹ്മം. ഈ ബ്രഹ്മത്തെക്കുറിച്ച് അറിയാൻ വേണ്ടി, വിദ്യ നേടുന്നതിന് വേണ്ടി അറിവ് നേടുന്നവനാണ് ആര്? ബ്രഹ്മചാരി.
ആ പിന്നീട് അടുത്ത ആശ്രമത്തെക്കുറിച്ച് പറയുന്നത് എന്താണ്? ബ്രഹ്മചാരി കഴിഞ്ഞാൽ പിന്നെ അത് ഗൃഹസ്ഥാശ്രമിയാണ്. ആ ഗൃഹസ്ഥാശ്രമം എന്താണ്? നമ്മൾ നേടിയ അറിവ് പ്രയോഗിക്കുന്ന തലം. അപ്പം നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന അറിവ് നമ്മൾ പ്രയോഗിക്കുക. അതാണ് ഗൃഹസ്ഥാശ്രമ ധർമ്മം എന്ന് പറഞ്ഞാൽ, ഗൃഹസ്ഥാശ്രമം എന്ന് പറഞ്ഞാൽ. ആ ഗൃഹസ്ഥാശ്രമി ആയിരിക്കുന്ന സമയത്താണ് കുറച്ച് കൂടുതലായിട്ട് കർമ്മങ്ങൾ ചെയ്യേണ്ടതായിരിക്കുന്ന സമയം. ഏറ്റവും കൂടുതൽ കർമ്മം ചെയ്യേണ്ട സമയം ഗൃഹസ്ഥാശ്രമി ആയിരിക്കുമ്പോൾ. അപ്പം ഒരു സ്ഥലത്ത് നമ്മൾ നിന്നിട്ട് അപ്പോൾ വിഷയസുഖങ്ങളിലായിരിക്കും ഏറ്റവും കൂടുതൽ ഗൃഹസ്ഥാശ്രമിക്ക് ഉണ്ടാവുക. ഗൃഹസ്ഥാശ്രമിക്കാണ് ഏറ്റവും കൂടുതൽ വിഷയസുഖങ്ങൾ ഉണ്ടാവുക. ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്ന കാലഘട്ടം. ആ സമയത്ത് പരമാവധി ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ചോളും. പിന്നീട് ആഗ്രഹമെല്ലാം പൂർത്തീകരിച്ചു എന്ന് അവനവന് ഉറപ്പ് വരണം. അല്ലാണ്ട് വേറൊരാൾ പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. അവനവന് എനിക്ക് എൻ്റേതായ ഞാൻ ചെയ്യേണ്ടതായിരിക്കുന്ന കർമ്മങ്ങളൊക്കെ ചെയ്തു എന്ന് അവനവന് തന്നെ ബോധ്യം വരുന്ന സമയത്ത് അതിൽ നിന്ന് വിരക്തി നേടുക. ആ വിരക്തി നേടുന്ന കാലഘട്ടത്തെയാണ് വാനപ്രസ്ഥം എന്ന് പറയുക. നമ്മൾ അനുഭവിച്ചു കഴിഞ്ഞതിന് ശേഷം ഇനി നമുക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് അത് ഉപേക്ഷിക്കുക. അങ്ങനെ എല്ലാ വിഷയത്തെയും ഉപേക്ഷിച്ചതിന് ശേഷം എൻ്റേതെന്ന് പറയാനായിട്ട് ഈ ലോകത്ത് ഒന്നുമില്ല എന്നുള്ള പൂർണ്ണ തലത്തേക്ക് എപ്പോഴാണോ എത്തുന്നത് അപ്പോഴാണ് സന്യാസം സ്വീകരിക്കേണ്ടത്. സന്യാസം സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാത്തും പിന്നെ ഒരേ ഭാവമേ ഉള്ളൂ. വ്യത്യസ്തമായ ഭിന്നമായിരിക്കുന്ന ഭാവങ്ങൾ ഉണ്ടാവില്ല. ആ ഒരു അവസ്ഥയിൽ എത്തുമ്പോഴാണ് സന്യാസിയാവുക. ഇത് മാനസികപരമായിട്ടുള്ള തലങ്ങളാണ്. ഇതിനെയാണ് ഭാഗവതം ഓരോരോ തലങ്ങളായിട്ട് പറയുന്നത്. അപ്പോൾ നമ്മുടെ ജീവിത കാലഘട്ടത്തെ എടുത്തു തന്നെ വിദ്യാഭ്യാസ കാലഘട്ടത്തെ ബ്രഹ്മചര്യം എന്ന് പറയാം. വിവാഹം കഴിഞ്ഞതിന് ശേഷമുള്ള ആ ഒരു സമയത്തെ ഗൃഹസ്ഥാശ്രമം എന്ന് പറയാം. അതിനുശേഷം ഉള്ള അവസ്ഥയെ വാനപ്രസ്ഥം എന്ന് പറയാം. പിന്നീട് സന്യാസം എന്ന് പറയാം. ഇത് അനുനിമിഷവും നമ്മളെ ഈ 4 ആശ്രമങ്ങളും നിമിഷം തോറും നമ്മളിൽ കൂടെ കടന്നു പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അതും ഉണ്ട്. നമ്മൾ എപ്പോഴാണോ ഒരു അറിവിനെക്കുറിച്ച് ചിന്തിക്കുന്നത് ആ സമയത്ത് നമ്മൾ ഏതാശ്രമത്തിലാണ്? ബ്രഹ്മചര്യമാണ്. എന്താണ് ആ കാര്യം എന്ന് അറിയാൻ വേണ്ടി നമ്മളിങ്ങനെ ചിന്തിക്കുന്ന സമയം അതിന് പറയുന്ന പേരും ബ്രഹ്മചര്യം എന്ന് തന്നെയാണ്. ആ ആലോചിച്ച കാര്യങ്ങൾ നമ്മൾ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലോ അപ്പോൾ പറയുന്നതാണ് ഗൃഹസ്ഥാശ്രമം എന്ന് പറയാം. ചില കാര്യങ്ങൾ നമുക്ക് വേണ്ട, എനിക്ക് ആവശ്യമില്ല എന്ന് ചിന്തിക്കുന്ന സമയമാണെങ്കിലോ ആ സമയത്ത് നമ്മൾ വാനപ്രസ്ഥനാണ്. ചില സമയത്ത് നമുക്ക് തോന്നും ഇതിലൊന്നും ഒരു കാര്യമില്ല, എനിക്കെല്ലാം ഒരുപോലേക്ക് കിട്ടിയാലും തിരക്കേടില്ല, കിട്ടിയിട്ടില്ലെങ്കിലും തിരക്കേടില്ല എന്ന് ചിന്തിക്കുന്ന സമയം വരും. അതിനെ നമുക്ക് സന്യാസം എന്നും പറയാം. ഇത് അനുനിമിഷം നമ്മളിൽ കൂടെ തന്നെ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഈ 4 ആശ്രമങ്ങളും. അപ്പം ഏതെങ്കിലും ഒരു ആശ്രമത്തിലായിരിക്കും നമ്മളുടെ ചിന്ത എപ്പോഴും നിൽക്കുന്നത്. ചിലപ്പം ബ്രഹ്മചര്യത്തിലായിരിക്കാം നിൽക്കുന്നുണ്ടാവുക, അല്ലെങ്കിൽ ഗൃഹസ്ഥാശ്രമിയിലോ വാനപ്രസ്ഥത്തിലോ സന്യാസത്തിലോ. ഇങ്ങനെ എല്ലാം ആശ്രമങ്ങളിലൂടെ പോയി പിന്നീട് ഭഗവാനിൽ എത്തിച്ചേരുക. ഭഗവാന്റെ അടുക്കൽ എത്തിക്കഴിഞ്ഞതിന് ശേഷം പിന്നെന്താ ചെയ്യേണ്ടത്? ഭഗവാനായി തീരുക. പിന്നെ അടുത്ത ചോദ്യം ഉണ്ടാവും, ഈശ്വരൻ എന്ന് പറയുന്ന സങ്കല്പം എന്താണ്? ഈശ്വരൻ ഉണ്ടോ? ഈശ്വരൻ ഇല്ലേ? ഈ ലോകത്ത് ഈശ്വരൻ എവിടെയാണ് നിൽക്കുന്നത്? ഇത്തരത്തിലുള്ള സംശയങ്ങളാണ്. നമുക്ക് എത്ര പറഞ്ഞാലും നമുക്ക് സംശയം തീരില്ല. എത്രയോ ഗ്രന്ഥങ്ങളിലും ഇതിനെക്കുറിച്ച് പറഞ്ഞാലും നമുക്ക് മതിയാവില്ല. ഇനിയും ചോദിച്ചുകൊണ്ടിരിക്കും, ഈശ്വരൻ എവിടെയാ? ഈശ്വരൻ ഉണ്ടോ? ഇതിലൊന്നും കഥയൊന്നുമില്ല, ഈശ്വരൻ ഇല്ല. ഈശ്വരൻ ഉണ്ട് എന്ന് പറഞ്ഞാലോ ഇല്ല എന്ന് പറഞ്ഞാലോ ഒന്നും ഭഗവാനെ സംബന്ധിക്കുന്ന വിഷയമല്ല. നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് ഈശ്വരൻ ഉണ്ട് എന്ന് പറഞ്ഞ് തമ്മിൽ തല്ലിയാലും കാര്യമുള്ളൂ. ഭാഗവതം കൃത്യമായിട്ട് 1-ാമത്തെ ശ്ലോകത്ത് തന്നെ ഭഗവാനെ നിർവചിക്കുന്നുണ്ട്. തുടക്കം തന്നെ അതാണ്. അപ്പോൾ ആ ശ്ലോകത്തിൻ്റെ അർത്ഥം നമ്മൾ എടുത്തു നോക്കിയാൽ മതി. ആ 1-ാമത്തെ അധ്യായത്തെ ജന്മാദ്യസ്യ എന്ന് തുടങ്ങുന്ന ആ ശ്ലോകത്ത് തന്നെ ജന്മാദ്യസ്യ യതോന്നയാതി തരതശ്ചാർത്ഥേഷഭിജ്ഞസ്വരാ തേനേ ബ്രഹ്മഹൃദായ ആദികവയെ മുഹ്യന്തി യസ്സൂരയ തേജോ വാരി മൃദാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ദാംനാ സ്വേന സദാ നിരസ്തഗുഹകം സത്യം പരം ധീമഹി. ഈ ശ്ലോകത്തിലുണ്ട് ഭഗവാൻ ആരാണെന്നുള്ളത്. ഇവിടെ യാതൊരുവിധ പേരുകൾ പറഞ്ഞിട്ടില്ല, ഒരു കാര്യം പറഞ്ഞിട്ടില്ല. ഇന്ന ആള് ഇന്ന പേരുകളോ നാമങ്ങളോ രൂപങ്ങളോ ഒന്നും പറഞ്ഞിട്ടില്ല. കൃത്യമായിട്ട് അവിടെ പറയണു, ഈ ജന്മാദ്യസ്യ, ഈ കാണുന്ന പ്രപഞ്ചത്തെ മുഴുവൻ, ഇല്ലേ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ കാണുന്ന പ്രപഞ്ചം മുഴുവൻ പരിപാലിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ അനവധി പ്രക്രിയകൾ നടക്കുന്നുണ്ട്. നമ്മൾ ചെയ്യുന്നതാണോ ഇത്?
നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. അതല്ലാണ്ട് നമ്മൾ കിടന്നുറങ്ങുന്ന സമയത്തും നമ്മുടെ ശരീരം കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. അത് മാത്രമല്ല, ശരീരം മാത്രമല്ല, ഈ പ്രപഞ്ചത്തിൽ തന്നെ നോക്കൂ, എല്ലാം പരസ്പരം കോർത്തിണക്കിക്കൊണ്ട് ഈ ലോകത്തെ കൃത്യമായിട്ട് പരിപാലിക്കുന്നു, ഈ പ്രപഞ്ചത്തെ പരിപാലിക്കുന്നു. ആ പരിപാലിക്കുന്നത് ആരാണോ അതാണ് ആദ്യത്തേത്. അങ്ങനെ അത് മാത്രമല്ല, പണ്ഡിതന്മാരെ പോലും മോഹിപ്പിക്കുന്ന, എല്ലാവർക്കും ആ ഒരു മോഹം തോന്നിപ്പിക്കുന്ന ആ പരമമായ സത്യത്തെ, സത്യം പരം ധീമഹി, നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ശ്രീമദ് ഭാഗവതം ആരംഭിക്കുന്നത്. അവിടെ പേരോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞില്ല. ആരാണോ ഇതെല്ലാം പരിപാലിക്കുന്ന ആ ഭഗവാനെ നമസ്കരിച്ചുകൊണ്ട് ഭാഗവതം ആരംഭിക്കുന്നു. പിന്നീടാണ് ഈ പ്രപഞ്ചം എന്താണ്, ഈ പ്രപഞ്ചം എങ്ങനെയൊക്കെയാണ് ഉണ്ടായത് എന്നതിനെക്കുറിച്ച് സവിസ്തരമായിട്ട് പ്രതിപാദിക്കുകയാണ്. ഓരോരോ അധ്യായങ്ങളിലൂടെ ഓരോരോ ചോദ്യങ്ങളായിട്ട് ചോദിക്കുന്നു. ആ ചോദ്യത്തിന് ഉത്തരമായിട്ട് ഓരോ കഥകളിലൂടെ ഭാഗവതം നമുക്ക് ഓരോരോ കാര്യങ്ങളായിട്ട് പറഞ്ഞു തരുന്നു. പിന്നീട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, ഈ ഭഗവാൻ എവിടെയാണ്, ഈ ചോദ്യത്തിന് നമ്മുടെ സപ്തമസ്കന്ധത്തിലേക്കൊക്കെ എത്തുമ്പോൾ നമുക്കതിനുള്ള ഉത്തരം കൃത്യമായിട്ട് പ്രഹ്ലാദൻ പറഞ്ഞു തരും. ഭഗവാൻ എവിടെയാണ്, ആരാണ് ഭഗവാൻ, എങ്ങനെയാണ് ഭഗവാൻ, എവിടെയാണ് ഭഗവാൻ ഉള്ളത് എന്നതിനുള്ള ഈ ചോദ്യത്തിനുള്ള ഉത്തരം സപ്തമസ്കന്ധത്തിൽ പ്രഹ്ലാദൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഹിരണ്യകശിപു, അതായത് പ്രഹ്ലാദൻ്റെ അച്ഛൻ ചോദിക്കുക, എവിടെയാ നിന്റെ ഈശ്വരൻ? നീ വലിയ ഡയലോഗ് അടിക്കുന്നുണ്ടല്ലോ, എവിടെ എല്ലാത്തിനും കേവൻ ഈശ്വരനാണ് എന്നുള്ള ഡയലോഗ് അടിക്കുന്നുണ്ടല്ലോ. അതൊന്നുമല്ല, അതൊന്നും ഈശ്വരൻ എന്ന് പറഞ്ഞ സാധനമൊന്നും ഇല്ല, അതൊക്കെ വെറും നുണയാ, തട്ടിപ്പാ, അതിലൊന്നും ഒരു കഥയില്ല, നീ വെറുതെ വിഡ്ഢിത്തരങ്ങൾ പറയുക. അപ്പം പറഞ്ഞു, ആയിക്കോട്ടെ, അച്ഛൻ വേണേ അങ്ങനെ പറഞ്ഞോളൂ, എനിക്കറിയാം ഭഗവാനുണ്ട് എന്ന്, അതുകൊണ്ട് അത് സാക്ഷാ ഭഗവാൻ തന്നെയുള്ളൂ എന്ന് പ്രഹ്ലാദൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പം ചോദിക്കുകയാണ്, എവിടെയാ നിന്റെ ഭഗവാൻ, എവിടെ നിന്റെ ഈശ്വരൻ എന്നുള്ള ഈ ചോദ്യം ആര് ചോദിക്കുന്നുണ്ട്? ഹിരണ്യകശിപു മകനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പ്രഹ്ലാദൻ പറയണു, സർവത്ര. ഒറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞു, സർവത്ര. സർവത്ര എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തും ഉണ്ടാച്ച ഭഗവാൻ, ഇന്ന സ്ഥലത്ത് നിന്നല്ല പ്രഹ്ലാദൻ പറഞ്ഞോളൂ, സർവത്ര. എവിടെയാണോ, ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവിടെ ഉണ്ട്, എല്ലാ സ്ഥലത്തും ഉണ്ട്. അപ്പോഴാണ് പിന്നെയാണ് ചോദിക്കാൻ തുടങ്ങി, ഇവിടെ ഉണ്ടോ, ഇവിടെ ഉണ്ടോ, ഇവിടെ ഉണ്ടോ. പിന്നെയാണ് തൂണിൽ ചൂണ്ടിയിട്ട് ചോദിച്ചു, ഇവിടെ ഉണ്ടോ നിന്റെ ഈശ്വരൻ? ഉണ്ടല്ലോ അച്ഛാ, ഞാനതാ കാണുന്നു ഭഗവാനെ. എവിടെ നോക്കിയാലും ഭഗവാനെ തന്നെ പ്രഹ്ലാദന് കാണുന്നുള്ളൂ. അപ്പം അതുകൊണ്ട് കൃത്യമായിട്ട് തന്നെ പ്രഹ്ലാദന് പറഞ്ഞു കൊടുക്കാൻ സാധിച്ചു, അവിടെ ഉണ്ടല്ലോ ഭഗവാൻ ഉണ്ട്. അപ്പം എവിടെയാണോ അപ്പം ഇനി ഈ കഥയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പാഠമുണ്ട്. നമ്മൾ പ്രഹ്ലാദനെ പോലെ ആവണോ, ഹിരണ്യകശിപുവിനെ പോലെ ആവണോ എന്ന് ചിന്തിച്ചാൽ മതി. ഹിരണ്യകശിപുവിൻ്റെ ആ ദിനചര്യ ഒന്ന് നോക്കി നോക്കൂ. ഈ ലോകം മുഴുവൻ ഞാനാണ് എന്നുള്ള ഭാവം, ഞാനുണ്ടെങ്കിലേ ഈ ലോകമുള്ളൂ. അഹങ്കാരം കൊണ്ട് നടക്കുകയാണ് ആര്? ഹിരണ്യകശിപു. ഞാനാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, അല്ലാണ്ട് ഈശ്വരനൊന്നുമല്ല. ഞാൻ ചെയ്യുന്നത് കൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്, ഞാനില്ലെങ്കിൽ ഇതൊന്നും ഉണ്ടാവില്ല. അത് മാത്രമല്ല, ഏറ്റവും വലിയ വരം നേടിയ ആളാ, മരണത്തെ ജയിക്കാനുള്ള വരം നേടാൻ വേണ്ടി ശ്രമിച്ച ആളാ. അത്രയും സൂക്ഷ്മ യുക്തിപരമായിട്ട് ചിന്തിച്ചു ആര്? ഹിരണ്യകശിപു. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ നിലനിൽപ്പാണ് എന്ന് ഹിരണ്യകശിപുവിന് മനസ്സിലായി. അപ്പം ഈ മരണം സംഭവിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞല്ലോ, അതാണല്ലോ ഏറ്റവും വലിയ പ്രശ്നം. നമ്മളെല്ലാ സമ്പാദ്യമൊക്കെ നേടി, ആള് തട്ടിപ്പോയാൽ കഴിഞ്ഞല്ലേ, ഇതൊക്കെ കിട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പം അതിനെയാണ് ജയിക്കേണ്ടത് എന്ന് ഹിരണ്യകശിപുവിന് മനസ്സിലായി. അപ്പം തപസ് ചെയ്തു, ബ്രഹ്മാവിനോട് വരം ചോദിച്ചതാ, വേറെ ഒന്നുമല്ല ചോദിച്ചത്, മരണത്തെ ജയിക്കാൻ എന്താ അതിനുള്ള വരാക്കി വേണ്ടത്. അപ്പോൾ പറഞ്ഞു അതിന് ഓപ്ഷൻ ഇല്ല. കാരണം എന്താ? സൃഷ്ടി സ്ഥിതി സംഹാരമാണ്, നിയമമുണ്ട്. അതുപോലെ തന്നെ എല്ലാവർക്കും അത് ബാധക, അല്ലാണ്ട് ഒരാൾക്ക് മാത്രം കൺസെഷൻ ഒന്നും കൊടുക്കാൻ പറ്റില്ല. സൃഷ്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തുണ്ടാവും? നിലനിൽക്കും, കുറച്ച് കാലം നിലനിൽക്കും. പിന്നെ എന്താണ്ടാവുക? അത് ഇല്ലാണ്ടാവും. അതങ്ങനെ നിയമമാണ്, അതെല്ലാത്തിലും അത് അപ്ലൈ ആണ്. കറക്റ്റ് ഒരേപോലെ ഓൾറെഡി അവിടെ ഫിക്സ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. ഇനി അത് മാറ്റം വരുത്താനൊന്നും പറ്റില്ല. വേറെ എന്തെങ്കിലും വേണേൽ ചോദിച്ചോളാൻ പറഞ്ഞു. അപ്പം അവിടെ കൂർമ്മ ബുദ്ധി ചിന്തിച്ചു, അത് ശരി, അപ്പം മരണത്തെ ജയിക്കാൻ പറ്റില്ല, എന്നാൽ പിന്നെ വേറെ കാര്യം ചെയ്യാം, മരണത്തിന് കാരണമായിരിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ, അതിനൊക്കെ ജയിക്കുന്ന വരം നേടാം. അതാണ് പിന്നീടാണ് ജലത്തിൽ വെച്ച് പറ്റില്ല, ആകാശത്ത് വെച്ച് പറ്റില്ല, ഭൂമിയിൽ പറ്റില്ല, ആയുധം കൊണ്ട് പറ്റില്ല, ഇങ്ങനെ തുടങ്ങി എങ്ങനെയൊക്കെയാണോ മരണം വരാനുള്ള സാഹചര്യങ്ങളെല്ലാം ഇതൊന്നും എന്നെ ബാധിക്കരുത് എന്നുള്ള വരം അങ്ങോട്ട് നേടി. ഭഗവാനെ പറ്റിച്ചു. ഒക്കെ ബ്രഹ്മാവ് ഇതൊന്നും ചിന്തിക്കാതൊക്കെ തഥാസ്തു എന്ന് പറയുകയും ചെയ്തു. അവസാനം എന്തേണ്ടായി?
എല്ലാ സൂത്രത്തിലൂടെ ഉദ്ദേശിച്ച കാര്യം നേടി. എന്തായാലും മരണത്തെ ജയിക്കുകയാണല്ലോ. അപ്പം അത് ചോദിച്ചപ്പോൾ തന്നില്ല. അപ്പോൾ അതിനുള്ള സൂത്രപ്പടിയിൽ ഇനിയിപ്പോൾ എന്തായാലും പേടിക്കേണ്ട ആവശ്യമില്ല. ഇത്രയും കാര്യങ്ങൾ ഞാൻ നേടിക്കഴിഞ്ഞു. ആ അഹങ്കാരം എല്ലാം നേടി എന്നുള്ള അഹങ്കാരത്തോടു കൂടിയാണ് ആര് ജീവിക്കുന്നത്? ഹിരണ്യകശിപു. അപ്പോൾ ഇവിടെ പ്രഹ്ലാദൻ എങ്ങനെയാണ്? ഭഗവാനെ ആശ്രയിച്ചുകൊണ്ട്, സർവം ഭഗവാൻ മയമാണ്, ഭഗവാനെ തന്നെ ആശ്രയിച്ചുകൊണ്ടാണ് പ്രഹ്ലാദൻ. അതുമാത്രമല്ല, പ്രഹ്ലാദൻ എവിടെയാണ്? അസുരകുലത്തിലാണ്. ഈ ഒരു കഥ ഉണ്ടാവാൻ തന്നെ കാരണമുണ്ട്. ഭഗവാന് പക്ഷപാതമുണ്ടോ ചോദ്യ. ഭഗവാൻ അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്. ഭഗവാനെ സോപ്പിടുന്ന ആൾക്കാർക്ക് മാത്രമേ ഭഗവാൻ അനുഗ്രഹം കൊടുക്കുള്ളൂ, അല്ലെങ്കിൽ അല്ലാത്ത ദേവന്മാർക്ക് മാത്രമേ കൊടുക്കുള്ളൂ. അതേമാതിരി ഭക്തന്മാരെന്ന് പറഞ്ഞ ആൾക്കാർക്ക് മാത്രമേ ഭഗവാൻ ആശ്രയമുള്ളൂ. ഇത് നമ്മളെ അജ്ഞാനം കൊണ്ടാണ് നമുക്ക് ചിന്ത വരുന്നത്. നമ്മളെപ്പോലുള്ള അജ്ഞാനികൾ ചിന്തിച്ച് കൂട്ടുക. ഭഗവാൻ അങ്ങനെ ഭേദചിന്തയൊന്നുമില്ല. അസുരന്മാരെന്നോ ദേവന്മാരെന്നോ ഒന്നും വ്യത്യാസമില്ല. എല്ലാവരെയും നയിക്കുന്നത് ആരാണ്? ഭഗവാനാണ്. ഭഗവാന്റെ ഇതാണ്. എല്ലാവർക്കുമുള്ള കഴിവ് എല്ലാം ഭഗവാൻ ഒരേ മാതിരി തന്നെയാണ് തന്നത്. അത് അവനവൻ ചെയ്യുന്ന പ്രവൃത്തിയുടെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അത് വ്യത്യാസപ്പെടുന്നത്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ഭഗവാനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് വേണ്ടതായിരിക്കുന്ന ചിന്തിക്കാനുള്ള കഴിവ് തന്നിട്ടുണ്ട്. കാമക്രോധ ലോഭ മത മത്സര്യാദികൾ തന്നിട്ടുണ്ട്. അത് നിയന്ത്രിക്കാനുള്ള കഴിവും തന്നിട്ടുണ്ട്. പിന്നെയോ 3 ഗുണങ്ങൾ തന്നു. ഏതൊക്കെയാ? സത്വരജസ്തമോ ഗുണങ്ങളുണ്ട്. ഇതിനെ അതിജീവിക്കണം. അതും നമുക്ക് പറഞ്ഞു തന്നു. ഈ ലോകത്തെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നു. എല്ലാ കാര്യങ്ങളും നമുക്ക് തന്നു. ഇതൊക്കെ തന്നതിന് ശേഷം നമ്മൾ ചെയ്യുന്നത് പിന്നെ ഭഗവാനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം നമ്മളെ പോലുള്ള അതിനുശേഷം ഇവിടെ പറയണു, പ്രഹ്ലാദൻ കൃത്യമായിട്ട് ഭഗവാനെ തന്നെ. അത് എന്തുകൊണ്ടാണ് ഈ പ്രഹ്ലാദന് ഭഗവാനിൽ ഭക്തി ഉണ്ടാവാൻ കാരണം? ഇവിടെ തപസ് ചെയ്യാൻ പോയ സമയത്ത് ഗർഭിണിയായിരിക്കണം, അതായത് പ്രഹ്ലാദൻ്റെ അമ്മ, അതായത് പ്രഹ്ലാദൻ അമ്മയുടെ ഉദരത്തിൽ സമയത്ത് തന്നെ നാരദ മഹർഷി അവിടെ വന്നിട്ട് ഭാഗവത തത്വം പ്രഹ്ലാദൻ അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ഉള്ളിലിരുന്നിട്ട് പ്രഹ്ലാദൻ ഇതെല്ലാം കേട്ട് പഠിച്ചു. അതുകൊണ്ട് ഈ ഉള്ളിലിരിക്കുമ്പോൾ തന്നെ കുട്ടി ഇതൊക്കെ കേൾക്കുന്നുണ്ടെന്നാണ് പറയുക. അപ്പോൾ അതുകൊണ്ടാണ് ഈ അമ്മമാരൊക്കെ നല്ല നല്ല കാര്യങ്ങൾ ചിന്തിക്കണം എന്നൊക്കെ പറയുന്നത്. അല്ലെങ്കിൽ ആ കുട്ടിക്ക് അതിനനുസരിച്ചുള്ള അമ്മ ചെയ്യുന്നതായ ഇതെല്ലാം ആ കുട്ടീനെയും ബാധിക്കും. അപ്പോൾ ഇവിടെ നല്ല നല്ല കാര്യങ്ങൾ, ധർമ്മബോധത്തെക്കുറിച്ചൊക്കെ നാരദ മഹർഷി പറഞ്ഞു കൊടുത്തതൊക്കെ കേട്ടിട്ടാണ് ആര് വളർന്നത്, ജനിച്ചത്? പ്രഹ്ലാദൻ. അപ്പം അതുകൊണ്ട് ഭക്തനായി തീർന്നു പ്രഹ്ലാദൻ. ഇവിടെ ഹിരണ്യകശിപു അഹങ്കാരത്തിന് മൂർത്തിഭാവത്തിൽ നിൽക്കുകയാണ്. ലോകം മുഴുവൻ വെട്ടിപ്പിടക്കാൻ വേണ്ടിയിട്ട് നേടാൻ വേണ്ടിയിട്ട് നടക്കുന്ന ഹിരണ്യകശിപു അവസാനം തൻ്റെ മകൻ തന്നെയാണ് പറയണത് ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ഭഗവാനാണ് എന്ന്. അച്ഛൻ വെറുതെ തെറ്റിദ്ധരിക്കുകയാണ്. ഇതിലൊന്നും അച്ഛന് അതിനെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് അച്ഛൻ അഹങ്കരിക്കുകയാണ്. ഈ സൃഷ്ടിയാണ്, അച്ഛനൊക്കെ കുറച്ച് കാലേ ഉണ്ടാവുള്ളൂ. അതൊന്നും അച്ഛൻ മറന്നിട്ട് അച്ഛൻ ഇങ്ങനെ ഇതൊന്നും കുറേ പറഞ്ഞു നോക്കി, ഒന്നും കേട്ടില്ല. പിന്നെയാ ചോദിക്കുക, എവിടെയാണ് നിൻ്റെ ഈശ്വരൻ ഉള്ളത്? ഇവിടെ ഉണ്ടോ അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു. പിന്നീടാണ് ആ തൂണിൽ ചൂണ്ടിക്കൊണ്ട് ചോദിച്ചു, ഇവിടെ ഉണ്ടോ നിൻ്റെ ഈശ്വരൻ? അപ്പോഴതാ പറഞ്ഞു കൊടുത്തു, ഉണ്ടല്ലോ അച്ഛാ, അതാ ഞാൻ കാണുന്നു. അവിടെയാണ് പിന്നീട് ഇടിച്ചു നോക്കിയപ്പോൾ അവിടെ നിന്ന് നരസിംഹമൂർത്തിയായിട്ട് ഭഗവാൻ അവതരിക്കുന്നു. ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, നരസിംഹമൂർത്തിയായിട്ട് ആ രൂപത്തെ കണ്ടപ്പോൾ ആര് ഭയന്ന് പറിച്ചു? ഹിരണ്യകശിപു ഭയന്ന് പറിച്ചു. പക്ഷേ പ്രഹ്ലാദന് യാതൊരു ഭയവും ഉണ്ടായില്ല. പ്രഹ്ലാദൻ ഭഗവാന്റെ എത്ര രൂപങ്ങൾ കണ്ടതാണ്. ഇതൊന്നും അതുകൊണ്ട് ആ ഭഗവാനെ നമസ്കാരം എന്നുള്ള ഭാവത്ത് തന്നെ പ്രഹ്ലാദന് യാതൊരു പേടിയൊന്നും ഉണ്ടായില്ല. പക്ഷേ ഹിരണ്യകശിപുവിന് മരണത്തെയാണ് മുമ്പിൽ കാണുന്നത്. ഹിരണ്യകശിപുവിൻ്റെ മനസ്സ് പോലെയുള്ള രൂപ. ഹിരണ്യകശിപു എന്തൊക്കെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? അതാണ് ആ ഭഗവാൻ. അതാണ് ഇതിൽ ഈ കഥയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായ കുറേ തത്വങ്ങൾ കിടക്കുന്നുണ്ട്. ഈ കഥ കഴിഞ്ഞിട്ട് പറയാം. ഇങ്ങനെ ആ പ്രഹ്ലാദൻ അവിടെ ഭഗവാനെ നല്ല സ്വരൂപത്തോടു കൂടി കാണുന്നു. പക്ഷേ പേടിയില്ലാതെ ഭക്തിയോട് കൂടി കാണുന്നു. ഹിരണ്യകശിപു ഭയത്തോടു കൂടിയാണ് ഭഗവാനെ കണ്ടത്. മരണത്തിൻ്റെ രൂപമായിട്ടാണ് ഭഗവാനെ പേടിയോടുകൂടി കണ്ടു. ഇവിടെ മനസ്സിലാക്കണം, നമ്മൾ എങ്ങനെയാണോ ഭഗവാനെ മനസ്സിൽ ചിന്തിക്കുന്നത് അതുപോലെയാണ് ഭഗവാൻ നമ്മളുടെ മനസ്സിലുണ്ടാവുക. ഇത് നമ്മൾ മനസ്സിലാക്കണം. പലപ്പോഴും നമ്മൾ മറന്നു പോകുന്ന കാര്യമാണ്. ഭഗവാനെ മറന്നുകൊണ്ട് നമ്മൾ ജീവിക്കുകയാണ്. ഇങ്ങനെ ജീവിക്കുമ്പോൾ എന്ത് സംഭവിക്കും? വിഷയസുഖങ്ങളിലായിരിക്കും നമ്മളുടെ ചിന്തകൾ കൂടുതലായിട്ട് ഉണ്ടാവുക. ഈ വിഷയസുഖങ്ങളിലേക്ക് അമിതമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ എന്തുണ്ടാവും? നമ്മൾ ദുഃഖിക്കേണ്ടതായിട്ട് വരും. ആഗ്രഹം അത്യാഗ്രഹമായി തീരും. അത്യാഗ്രഹം വരുമ്പോൾ എന്ത് സംഭവിക്കും? നമുക്ക് ദുഃഖിക്കേണ്ടി വരും. ഇതാണ് ഭാഗവതം ആദ്യമേ പറയണു, നിങ്ങൾ അമിതമായിട്ട്
അത്യാഗ്രഹമോ അഹങ്കാരമോ ഇതൊന്നും ഇല്ലാതെ ജീവിച്ചു നോക്കൂ, ഒരു പ്രശ്നവുമില്ല. നമ്മൾ ആരെയും ദ്രോഹിക്കാണ്ട് സത്വഗുണത്തെ കൂടുതലായിട്ട് പ്രകടമാക്കൂ. മറ്റുള്ള 2 ഗുണങ്ങളുണ്ട്, രജോ ഗുണവും തമോ ഗുണമുണ്ട്. ഇതിൽ തമോ ഗുണം ഒരു കാരണവശാലും പുറത്തേക്ക് എടുക്കാതിരിക്കുക. ഈ തമോ ഗുണം വർദ്ധിക്കുക, പ്രത്യേകിച്ച് ഇന്നത്തെ കലികാലത്ത് തമോ ഗുണം വർദ്ധിച്ചു വരുന്ന ആൾക്കാർ കൂടുതലായിട്ട് വന്നുകൊണ്ടിരിക്കുക. 3 ഗുണങ്ങളാണ് മനുഷ്യന് പ്രധാനമായിട്ട് പറയുന്നത്: സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. സത്വഗുണമാണ് സമൂഹത്തിന് നല്ല കാര്യങ്ങൾ ചെയ്യുക. ഇത്തരം ചിന്തകളൊക്കെ നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നതിനാണ് നന്മ ചെയ്യുക, നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുക. ഇതിനെയാണ് സത്വഗുണം എന്ന് പറയുന്നത്. രജോ ഗുണം എന്ന് പറഞ്ഞാൽ അഹങ്കാരം തുടങ്ങിയ ആ ഭാവങ്ങളെ കൂടുതലായിട്ട് വരുന്നവരാണ് രജോ ഗുണപ്രദമായിട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. തമോ ഗുണപ്രദമായിട്ട് ചെയ്യുന്നവരാണ് മറ്റുള്ളവരെ ദ്രോഹിക്കുക, ഈ സമൂഹത്തിനും എല്ലാവർക്കും ദ്രോഹമായിട്ട് തീരും. നെഗറ്റീവായിട്ടുള്ള കാര്യം മാത്രമേ ചിന്തിക്കുള്ളൂ. എന്ത് കാര്യം പറഞ്ഞാലും അപ്പം അതിൻ്റെ ഓപ്പോസിറ്റേ ചിന്തിക്കുള്ളൂ. ഇങ്ങനെ ചിന്തിക്കുക, അതെന്താണ്? തമോ ഗുണമാണ്. ഈ പറയുന്ന 3 ഗുണങ്ങൾ എവിടെയുണ്ട്? എല്ലാവരുടെ ഉള്ളിലുണ്ട്. എൻ്റെ ഉള്ളിലുണ്ട്, നിങ്ങളുടെ ഉള്ളിലുണ്ട്, ഈ ലോകത്തുള്ള സകല ആൾക്കാരുടെ ഉള്ളിൽ. പിന്നെ എന്താ വ്യത്യാസം? അവിടെയാണ് സാധന. നിത്യവും അതാണ് ഭഗവാനോട് മേൽപ്പത്തൂര് പറഞ്ഞ മാതിരി നിത്യം ചിത്തസ്ഥിതമേ. ആ ഭഗവാൻ എപ്പോഴും നമ്മുടെ ഉള്ളിൽ മനസ്സിൽ സദാസമയത്ത് ഉണ്ടെങ്കിൽ സത്വഗുണം മാത്രമേ പുറത്തേക്ക് പ്രകടമാവുള്ളൂ. തമോ ഗുണം ഒരിക്കലും അവിടെ ഓൺ ചെയ്യില്ല, അവിടെ കിടന്നോളൂ. അപ്പം അതുകൊണ്ട് ഗുണം എന്താ? നമ്മളെ കൊണ്ട് മറ്റുള്ളവർക്ക് യാതൊരു ശല്യവും ഉണ്ടാവില്ല. അങ്ങനെ എല്ലാവരും മാറിക്കഴിഞ്ഞാലോ ഈ ലോകം എത്ര സുന്ദരമായി. അതാണ് ഇവിടെ ഈ ഒരു ശ്ലോകം ഉണ്ടല്ലോ, ഗോ ബ്രാഹ്മണേഭ്യോ ശുഭമസ്തു നിത്യം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഈ ശ്ലോകം ഉണ്ട്. അപ്പം അത് ഏറ്റവും കൂടുതൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ച. ഗോ ബ്രാഹ്മണേഭ്യോ, ബ്രാഹ്മണന്മാർക്കും പശുക്കൾക്കും സുഖം ഉണ്ടാവട്ടെ, അവരുടെ ഇതിനു വേണ്ടി ഉണ്ടാക്കിയൊരു മന്ത്രമാണ് എന്നാണ് എല്ലാവരും പലരും ധരിച്ചു വെച്ചതും. അത്തരത്തിലാണ് എല്ലാവരും അത് സ്പ്രെഡ് ചെയ്യണത്. അത് ഇതിനെക്കുറിച്ച് അറിവില്ലാത്തതുകൊണ്ടാണ്. എന്താണ് അവിടെ പറയുന്നത്? ആ ശബ്ദത്തിന് സംസ്കൃതത്തിൽ ഓരോ അക്ഷരത്തിനും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. ഗോ ബ്രാഹ്മണേഭ്യോ, ബ്രാഹ്മണൻ. എന്താണ് ബ്രാഹ്മണൻ? നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ നമ്പൂരിയാർ അല്ലേ, ഞങ്ങൾ പൂജ കഴിക്കുന്ന ആൾക്കാരാണ് ബ്രാഹ്മണൻ. അങ്ങനെയല്ല, ഒരു വിഭാഗം നല്ലത്. ബ്രഹ്മജ്ഞാനേ ഇതി ബ്രാഹ്മണ. എന്താണ് ബ്രഹ്മജ്ഞാനം? ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന പ്രപഞ്ചം. ഈ കാണുന്ന പ്രപഞ്ചത്തെക്കുറിച്ച് അറിവുള്ളവരാരോ അയാളാണ് ആര്? ബ്രാഹ്മണൻ. ഈ ലോകത്തെക്കുറിച്ച് അറിവുള്ളവൻ, അതാണ് ബ്രാഹ്മണൻ എന്ന വാക്കിൻ്റെ അർത്ഥം. ഉയർന്ന തലത്തിൽ ചിന്തിക്കുന്ന ആള്, വേദങ്ങൾ പഠിക്കുന്ന ആള്, അധ്യാപനം പഠിക്കുക മാത്രമല്ല പഠിപ്പിക്കുകയും ചെയ്യും. സമൂഹത്തിന് വേണ്ടതായിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്ന ആള്, ലോകത്തിന് വേണ്ടി ചെയ്യുന്ന ആള്. അയാൾക്ക് എൻ്റെ എന്ന് പറഞ്ഞിട്ട് സങ്കുചിത ഭാവം ഉണ്ടാവില്ല. എല്ലാം ചെയ്യുന്നതൊക്കെ ആർക്ക് വേണ്ടിയിട്ടാണ്? ഈ ലോകത്തിനായിക്കൊണ്ട്, ഈശ്വരനായിക്കൊണ്ട്, പ്രപഞ്ചത്തിനായിക്കൊണ്ട്. അത്തരത്തിലുള്ള മനോഭാവം ഉള്ളവനാണ് ആര്? ബ്രാഹ്മണൻ. അതിനെ നമ്മൾ ജാതീയപരമായിട്ട് ആൾക്കാർ അവരവരോ ആവശ്യത്തിന് വേണ്ടിയിട്ട് പറയുക, അതിൽ യാതൊരു കഥയില്ല. ഭാഗവതം പറയുന്നു ആരാണ് ബ്രാഹ്മണൻ എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അങ്ങനെയുള്ള ബ്രാഹ്മണർക്ക് സുഖം ഭവിക്കണം, അങ്ങനെയുള്ള ധാരാളം ആൾക്കാരുണ്ടാവണം. കാരണം ഇന്ന് കാണുന്ന ഈ പ്രപഞ്ചത്തിൽ എത്രയോ ലോകത്തെ കുറിച്ച് ചിന്തിക്കുന്ന ആൾക്കാർ ഉണ്ടായത് കൊണ്ടാണ് ഇന്ന് കാണുന്ന നമുക്ക് എല്ലാ സൗകര്യങ്ങളും കിട്ടിയത്. അത്തരക്കാർ കൂടുതൽ ഉണ്ടാവണം, എങ്കിലേ ഈ ലോകത്ത് മുന്നോട്ട് നമുക്ക് കൂടുതലായിട്ട് നിലനിൽക്കാൻ പറ്റുള്ളൂ, സുഖം സംഭവിക്കുള്ളൂ. പിന്നീട് അതാ പശു എന്ന് പറയുമ്പോൾ അതിൻ്റെ ആ പശുവിൻ്റെ ഇത് ശ്രദ്ധിച്ചാൽ മതി. പശു എല്ലാം ദാനം ചെയ്യുന്ന ഒരിതാണ്. എല്ലാ കാര്യം പശുവിൻ്റെ എല്ലാ സംഗതിയും ദാനം ചെയ്യുക. അത്തരക്കാർ കൂടുതലായിട്ടുണ്ടാവണം. അതായത് കൊടുക്കാൻ സന്നദ്ധ ഉള്ള ആൾക്കാർ, എല്ലാം നേടുക എന്നുള്ള ചിന്തയുള്ള ആൾക്കാരായി കഴിഞ്ഞാൽ ലോകത്ത് സമാധാനം ഉണ്ടാവില്ല. തനിക്കുള്ളത് എല്ലാവർക്കും കൊടുക്കാനുള്ള മനോഭാവം ഉള്ളവരായിരിക്കണം. അത്തരക്കാരും ഈ ലോകത്ത് ധാരാളം ഉണ്ടാവട്ടെ. ഒന്ന് പറഞ്ഞു, ഈ ലോകത്തെക്കുറിച്ച് നന്നായിട്ട് കാഴ്ചപ്പാടുള്ള അത്തരം വ്യക്തികൾ ഈ ലോകത്ത് ധാരാളമായിട്ട് ഉണ്ടാവണം. അവർക്ക് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവാൻ പാടില്ല. അതുപോലെ എല്ലാവർക്കും കൊടുക്കാനുള്ള മനോഭാവമുള്ള ആൾക്കാരുണ്ടായിരിക്കണം. ഈ പറയുന്ന 2-3 തരത്തിലുള്ള ആൾക്കാർ ഉള്ളത് കൊണ്ടാണ് ഇന്ന് കാണുന്ന ലോകത്ത് നമുക്ക് എല്ലാവർക്കും ഈ പറഞ്ഞ സൗകര്യങ്ങൾ, ഭൗതിക സൗകര്യങ്ങളടക്കം നമുക്ക് ലഭിക്കാൻ കാരണം ഇത്തരക്കാർ കൂടുതലായിട്ട് ഉണ്ടായത് കൊണ്ടാണ്. അത്തരക്കാർക്ക് യാതൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അത്തരക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? സ്വാഭാവികമായിട്ടും ബാക്കിയുള്ളവരുടെ കാര്യം കഷ്ടത്തിലാവും. എങ്കിൽ ഈ ലോകത്തെല്ലാവരും സുഖം ഭവിക്കട്ടെ എന്നാണ് ആ മന്ത്രത്തിൻ്റെ അർത്ഥം. അങ്ങനെ വിശാലമായിരിക്കുന്ന ഉയർന്ന തലത്തിൽ നമ്മളെ മനസ്സിനെ, ചിന്തയെ എത്തിക്കുക എന്നതാണ് നമ്മുടെ
പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് സങ്കുചിതമായിട്ട് ചിന്തിക്കുന്നത് കൊണ്ടാണ് നമുക്കിവിടെ ദുഃഖമൊക്കെ ഉണ്ടാവുന്നത്. ആ വൈകാരിക തലത്തെ ഇന്ദ്രിയങ്ങളെ നിഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? നിയന്ത്രിക്കുക. നമ്മുടെ കാമ, ക്രോധ, ലോഭ, മത, മത്സര്യാദികളായിരിക്കുന്ന ഒരു മനുഷ്യന് ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങളാണ്. എന്തൊക്കെയാണ് അത്? കാമം, ക്രോധ, ലോഭ, മത, മത്സര്യാദികൾ. ഇതിനെയെല്ലാം എന്ത് ചെയ്യണം? നിയന്ത്രിക്കണം. ആഗ്രഹം നമ്മുടെ കൂടെ ഉള്ള സാധനം. ആഗ്രഹം ഇല്ലാണ്ട് ആക്കാൻ നമുക്ക് സാധിക്കില്ല. എല്ലാവർക്കും ആഗ്രഹമുണ്ട്. ആഗ്രഹത്തെ നിയന്ത്രിക്കാൻ സാധിക്കണം. അതാണ് ഭാഗവതം നമുക്ക് പറഞ്ഞു തരുന്നത്. വേറെ ഒന്നും പറഞ്ഞു തരുന്നില്ല. നമുക്ക് പറഞ്ഞു തരുന്നതിനെ അതിൻ്റെ വഴികളാണ്, ജീവിക്കേണ്ടത് എങ്ങനെയാണ്. അപ്പം നമുക്ക് ഉദാഹരണം പറഞ്ഞാൽ ധനമില്ല എന്നുള്ളൊരവസ്ഥ ദുഃഖിക്കുന്ന ആൾക്കാരുണ്ടാവില്ലേ? പൈസയൊന്നുമില്ല, ഭയങ്കര എത്ര ചെയ്തിട്ടും ഒരു കാര്യമില്ല, മുന്നോട്ട് പോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം എന്ത് ചെയ്തിട്ടും പൈസ വരുന്നില്ല. ഇത്തരം ചിന്തകളാണ് ആദ്യം മാറ്റേണ്ടത്. ഈ ചിന്ത നമ്മളെ എവിടേക്കാ എത്തിക്കുക? പൈസ ഇല്ലാത്ത അവസ്ഥയ്ക്ക് എത്തുക. അതാണ് നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അതായിത്തീരും. പൈസ ഇല്ല എന്ന് ചിന്തിച്ചാൽ എന്താ ഉണ്ടാവുക? പൈസ ഇല്ലാണ്ടേ ആവും, സംശയമൊന്നുമില്ല. ധനമില്ല എന്ന് ചിന്തിക്കുന്നത് എന്താ? എൻ്റെ കയ്യിൽ ധനമില്ല എന്നാണ് ചിന്തിക്കുന്നത്. അത് മാറ്റിയിട്ട് ഈ ലോകം മുഴുവൻ എൻ്റേതാണ് എന്ന് ചിന്തിച്ചാൽ കഴിഞ്ഞു. എൻ്റെ എന്ന് പറയുമ്പോൾ അവിടെ ചിന്തിക്കേണ്ട വിഷയമുണ്ട്. ഹിരണ്യകശിപുവിനെ പോലുള്ള എൻ്റെ അല്ല, സാക്ഷാൽ ഈശ്വരൻ എന്നുള്ള എൻ്റെ, അഹം ബ്രഹ്മാസ്മി എന്ന് വേദവാക്യങ്ങളിൽ പറയുന്ന ആ തലത്തിൽ നമ്മൾ നിന്നുകൊണ്ട് നോക്കിക്കഴിഞ്ഞാലോ ധനമില്ല എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. ലോകം എൻ്റെ ഉള്ളിലാണ്. അപ്പോൾ പിന്നെ എന്തിനാ നമുക്ക് ധനം? എനിക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ധനത്തിൻ്റെ ആവശ്യമില്ല. കാര്യങ്ങൾ നടക്കുകയല്ലേ വേണ്ടുള്ളൂ. അപ്പം അതിനെന്ത് ചെയ്യണം? ആരെ ആശ്രയിക്കുക? ഭഗവാനെ ആശ്രയിക്കുക. നമ്മൾ പലപ്പോഴും ആശ്രയിക്കുക ആരാ? നമ്മളെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരൊക്കെ ആശ്രയിക്കുക. അങ്ങനെ ആശ്രയിക്കുമ്പോൾ എന്താ ഒരു പ്രശ്നമുണ്ട്, പരിമിതിയുണ്ട്. ഈ പറഞ്ഞ നമ്മളെ ആശ്രയിക്കുന്ന ആൾക്കാർക്കൊക്കെ പരിമിതിയുണ്ട്. ഇപ്പം നമ്മൾ അച്ഛനമ്മമാരെ ആശ്രയിച്ചു, അപ്പോൾ എന്താ ഉണ്ടാവുക? എപ്പോഴും നമ്മളെ കാര്യം നോക്കി നടക്കാൻ പറ്റുമോ അച്ഛനമ്മമാർക്ക്? ഇല്ല. അപ്പോൾ അവർക്കൊരു പരിധി വേണ്ടി. ഇനി കൂട്ടുകാരെ എടുക്കുക, എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പം പിടിച്ച് കൂട്ടുകാരെ തന്നെ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കാൻ പറ്റുമോ? ഇല്ല. കാരണം അവർക്കും അവരുടേതായ കാര്യങ്ങളൊക്കെ ഉണ്ട്, എപ്പോഴും അവരെ ആശ്രയിച്ചുകൊണ്ട് നടക്കാൻ പറ്റില്ല. പിന്നെ മറ്റുള്ള ബന്ധുജനങ്ങളെ ആശ്രയിക്കാൻ പറ്റൂ? എപ്പോഴും ബന്ധുക്കൾ എന്ത് ചെയ്താലും അപ്പം ബന്ധുക്കളെ ആശ്രയിക്കുക, അത് പറ്റില്ല. ഇതൊക്കെ നമുക്ക് എന്തായിത്തീരും? ദുഃഖത്തിനുള്ള കാരണങ്ങളാണ് പറയുന്നത്. ഭർത്താവ് എപ്പോഴും ഭാര്യയെ ആശ്രയിക്കുക, അല്ലെങ്കിൽ ഭാര്യ തിരിച്ചിങ്ങോട്ട് ആശ്രയിക്കുക, പരസ്പരം ആശ്രയിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ നടക്കും. എപ്പോഴും ഇത് നടക്കില്ല. ഇതിലൊക്കെ പരിമിതിയുണ്ട്. ആത്യന്തിക തലത്തിൽ നിന്നിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടും നമുക്കുണ്ടാവില്ല. നമ്മൾ ആരെയും ആശ്രയിക്കാൻ പോകണ്ട. അതാണ് ഭാഗവതം പറയുന്നത്. ആശ്രയിക്കുന്നുണ്ടെങ്കിൽ ആരെയും ആശ്രയിക്കേണ്ടത്? ഭഗവാനെ. കാരണം എന്താ? ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമുക്കിപ്പോൾ ഒരാളൊരു ശത്രുത ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ അപ്പുറത്തിരിക്കുന്ന ഒരാൾ, അതെ ഞങ്ങൾ തമ്മിൽ ഭയങ്കര പ്രശ്നം, അതൊന്ന് പറഞ്ഞ് നേരെയാക്കാൻ പറ്റുമോ? എന്നാൽ ഞാൻ നോക്കിക്കോളാം, ഞാൻ നേരെയാക്കാം എന്ന് പറഞ്ഞിട്ട് അയാൾ അതിന് പുറപ്പെട്ടു വിചാരിക്കുക. അത് കൂടുതൽ പ്രശ്നമാവുകയുള്ളൂ. അയാളെ കൊണ്ട് മാറ്റാൻ പറ്റില്ല. ആ വാക്കുകൾ പറഞ്ഞ് ആ വാക്കിൽ നിന്ന് കൂടുതൽ അത് പറഞ്ഞ് കൂടുതൽ ശത്രുത കൂടുകയുള്ളൂ. ആ സ്ഥാനത്ത് ഭഗവാനെ ആശ്രയിച്ച് കഴിഞ്ഞാലോ ഈ പറഞ്ഞ ശത്രുതാ മനോഭാവത്തെ ഭഗവാൻ അങ്ങോട്ട് ഇല്ലാണ്ടാക്കും. നമുക്കൊരാളോട് ദേഷ്യം തോന്നിയാലല്ലേ അയാളോട് ശത്രുത തോന്നേണ്ട ആവശ്യമുള്ളൂ. അപ്പം പെട്ടെന്ന് മനസ്സ് ഉയർന്ന തലത്തിൽ ഇതൊന്നും ഒരു കഥയില്ല, വെറുതെ എന്തിനാ, ഈ മനസ്സങ്ങോട്ട് മാറും. അതേമാതിരി തന്നെ അയാൾക്ക് നമ്മളോട് ദേഷ്യമുള്ള ഒരാൾക്ക് പെട്ടെന്ന് അയാളുടെ മനസ്സെന്താ മാറും. ആ ശത്രുതാ മനോഭാവം കൊണ്ട് ഇല്ലാണ്ടാവും. ഇങ്ങനെ ഉയർന്ന തലത്തിലേക്ക് നമ്മളെ എത്തിക്കൂ. അതിനാണ് ഭാഗവതം ഉപാസിക്കാൻ പറയുന്നത്. ദിവസവും ഭാഗവതം ഉപാസിച്ചു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ മനസ്സിൻ്റെ തലം ക്രമേണ മുകളിലേക്ക് ഉയരും. പിന്നെ പരമാവധി അറിവുകൾ നേടുക. നമ്മളെല്ലാവരും ക്ഷേത്രങ്ങളിൽ പോകുന്നുണ്ട്. ഈ ക്ഷേത്രങ്ങളിൽ പോകുന്ന ഭക്തന്മാരാണെന്ന് പറയുന്ന ആൾക്കാരാണ് നമ്മൾ, അല്ലേ? ഭക്തന്മാരാണ്. എത്ര പേര് ക്ഷേത്രങ്ങൾ, ആചാരങ്ങളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്? അവിടെ നടക്കുന്ന കാര്യങ്ങൾ, അല്ലേ? അവിടുത്തെ ആചാരങ്ങൾ എന്തൊക്കെയാണ്? പൊതുവായിട്ട് കേരളത്തിലും ഇന്ത്യയിലൊട്ടാകെ തന്നെ, പിന്നെ ഓരോരോ സംസ്ഥാനങ്ങളിൽ വ്യത്യസ്തമായിട്ടുള്ള സമ്പ്രദായം വ്യത്യാസമുണ്ട്. ഇപ്പോൾ കേരളീയ സമ്പ്രദായം ഉണ്ടാവും, അല്ലെങ്കിൽ കർണാടക, തമിഴ്നാട്, ആ ഒരു വ്യത്യാസമാണ്. ബേസിക് ഒന്ന് തന്നെയാണ്. അപ്പം ഇതിലുണ്ടായിരിക്കുന്ന ഒരു ക്ഷേത്രത്തിൻ്റെ മാതൃക, ആ ക്ഷേത്രത്തിലുള്ള അവിടെ നടക്കുന്ന ക്രിയകൾ, ഒരു ദിവസത്തെ ക്രിയകൾ എന്തൊക്കെയാണ്? നിങ്ങൾ തൊട്ടടുത്ത അമ്പലത്തിൽ നടക്കുന്ന ക്രിയകൾ എന്തൊക്കെയാണ്? അല്ലേ? ശാന്തിക്കാരെന്താണ് അകത്ത് ചെയ്യുന്ന ക്രിയകൾ? നടയൊക്കെ അടച്ചിട്ട് കാണാറില്ലേ? അപ്പോൾ അതെന്താ ചെയ്യണത്? എന്താണ് അവിടെ നടക്കണ പരിപാടി എന്താ? ഇതൊക്കെ മനസ്സിലാക്കുക. ഇതിനൊന്നും ഒരു തടസ്സവുമില്ല, എല്ലാവർക്കും സാധിക്കുന്ന കാര്യമാണ്. അത് അപ്പം അമ്പലത്തിൽ പോയിട്ട് അവിടെയുള്ള മേശാന്തിയോട് ചോദിക്കുക, തിരുമേനി ഈ പൂജ എന്ന് പറഞ്ഞാൽ എന്താ? അങ്ങ് ചെയ്യുന്ന ക്രിയകളൊക്കെ അതിൻ്റെ ഒരു ഇത് അറിഞ്ഞാൽ കൊള്ളാം. ആ കാര്യങ്ങളൊക്കെ ചോദിക്കുക, ഒക്കെ പറഞ്ഞു തരുമല്ലോ.
അറിയുന്ന ആൾക്കാരുണ്ടാവും. അവരിലെ അറിയുന്ന ആൾക്കാരോട് ചോദിക്കുക. അവിടെയുള്ള ബലിക്കല്ലുകളുടെ പേരുകൾ: ഇന്ദ്രൻ, അഗ്നി, യമൻ, നിരുതി, വരുണൻ, വായു, സോമൻ, വൈശ്രവണൻ, ഈശാനൻ, ബ്രഹ്മാവ്, പിന്നെ സപ്തമാതൃക്കൾ, നിർമാല്യധാരി, പുറത്തുള്ള ബലിക്കല്ല്, വലിയ ബലിക്കല്ല്, കൊടിമരത്തിന് മുകളിലായിട്ട് വാഹനം, ഇങ്ങനെയുള്ള ചുറ്റമ്പലം, തിടപ്പള്ളി, ഈ സ്ഥാനങ്ങൾ, ആ കന്നിമൂലയുള്ള ഗണപതി, ദക്ഷിണാമൂർത്തി, ഇങ്ങനെയുള്ള ഓരോ ആൾക്കാരുടെ സ്ഥാനങ്ങൾ, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഇതൊക്കെ ഈ പറഞ്ഞ അഷ്ടദിക്പാലന്മാർ എല്ലാ ക്ഷേത്രങ്ങളിലും അവർ തന്നെയാണ്, അതിൽ മാറ്റമില്ല. ഈ ഇന്ദ്രനും അഗ്നിക്കൊന്നും യാതൊരു മാറ്റമില്ല. അവർ പാർഷദന്മാരാ മാത്രം. എന്താ പറയുക, ഇപ്പം വിഷ്ണു ആണെങ്കിൽ വിഷ്ണു പാർഷദനാവും, ശിവനാണെങ്കിൽ ശിവൻ്റെ പാർഷദനാവും എന്നല്ലാണ്ട് ആ ആൾക്കാർ മാറുന്നില്ല. ഇന്ദ്രനും അഗ്നിയൊന്നും മാറ്റം വരുന്നില്ല. പിന്നെ ഗണപതി ഹോമം, ഇതൊക്കെ നടക്കണ ഒരു ക്ഷേത്രത്തിൽ നടക്കുന്നതായിരിക്കുന്ന ക്രിയകളെക്കുറിച്ചൊരു സാമാന്യ അറിവ് നമുക്കുണ്ടായിരിക്കണം. അതൊക്കെയാണ് വേണ്ടത് ജീവിതത്തിൽ. നമ്മളെന്നും അമ്പലത്തിൽ പോയിട്ട് കാര്യമില്ല. എന്നും അമ്പലത്തിൽ പോവുക, തൊഴുക, പോരുക, ഇതല്ല. ക്ഷേത്രത്തിൽ പോയിട്ട് പ്രാർത്ഥനാ കാര്യങ്ങളൊക്കെ തുടക്കത്തിലേ ആദ്യത്തെ തലാണ്. ആത്യന്തികമായിരിക്കുന്ന ഉയർച്ചയിലേക്ക് പോകുന്നതിന് ആദ്യത്തെ സ്റ്റെപ്പായിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. അതിനുശേഷം ഓരോരോ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കും തോറും അപ്പോഴാണ് കൂടുതൽ ഈശ്വരനെ നമ്മൾ അറിയാൻ തുടങ്ങുക. അങ്ങനെ കൂടുതൽ ഈശ്വരനെ അറിയുമ്പോഴാണ് ഭഗവാന്റെ തലത്തിലേക്ക് നമ്മൾ എത്തും. ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഭഗവാനും ഞാനും എന്നുള്ള ചിന്ത, ആദ്യം നമ്മൾ ഭഗവാനെ ഒരു വൈകാരികമായിട്ടാണ് നമ്മൾ സമീപിക്കുക. അങ്ങനെ നമുക്ക് പറ്റുള്ളൂ. കാരണം മനുഷ്യൻ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും വൈകാരികപരമായിട്ടാണ് കൂടുതലായിട്ട് നമ്മൾ കാണുക. അപ്പോൾ ഭഗവാനെ നമ്മൾ അങ്ങനെയാണ് കാണുക. എൻ്റെ കൃഷ്ണൻ അല്ലേ, നമ്മൾ പറയാറില്ലേ, എൻ്റെ ഗുരുവായൂരപ്പ, എൻ്റെ കൃഷ്ണ എന്ന് പറയും. അതെന്തുകൊണ്ട്? അത് ആദ്യത്തെ തലാണ്. ആ വൈകാരിക ഭാവത്തോടു കൂടി ഭഗവാനെ കാണും. അതാദ്യം ചെയ്യുന്നേ വേണ്ടത്, ചെയ്യരുതെന്നല്ല പറഞ്ഞത്. ആദ്യം അങ്ങനെ കാണൂ. പിന്നെ അവിടെ നിന്ന് ക്രമേണ ഉയരണം. എപ്പോഴും എൻ്റെ കൃഷ്ണൻ എന്ന് പറഞ്ഞ് നടക്കരുത്. ഇതേ പ്രശ്നം ആർക്കുണ്ടായിട്ടുണ്ട്? ഗോപികാമാർക്ക് ഉണ്ടായിട്ടുണ്ട്. ഭാഗവത്തിൽ പറയുന്നതാ. ഗോപികാമാർക്ക് ഇതേ അവസ്ഥയാണ്. എപ്പോഴും എൻ്റെ കൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട് കൃഷ്ണനെ ആർക്കും കൊടുക്കാണ്ട് നടക്കും. നമ്മളും അതന്നെ സ്ഥിതി. നമ്മളെപ്പോഴും ഭഗവാൻ എൻ്റെ കൃഷ്ണൻ എന്ന് പറഞ്ഞ് നടക്കും. അങ്ങനെയല്ല. അത് കഴിഞ്ഞാൽ കുറച്ച് അടുത്ത തലത്തേക്ക് ഉയരണം. നമ്മളോട് പറയാറുണ്ട് 108 നാമം ജപിക്കണം. എപ്പോഴും 108 നാമം ജപിക്കണം. എന്താ 109 നാമം ജപിച്ചാൽ വലിയ കുഴപ്പമുണ്ടോ? ഇത് ചോദ്യം വന്നതാ. എന്നോട് ചോദിക്കാറുണ്ട്, തിരുമേനി 108 ആണോ 109 ആണോ 110 ആണോ, എത്രയാ അതിൻ്റെ കണക്ക്? ഈ കണക്ക് എന്തിനാണ്? നമ്മൾ അതെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഒരു തുടക്കം, ഒരു ആദ്യത്തെ സ്റ്റെപ്പ്. ഭാഗവതം പറയണു ഭഗവാനെ എപ്പോഴും നാമങ്ങളും മന്ത്രങ്ങളും എപ്പോഴും. അതിൻ്റെ ഒരു ശ്ലോകം തന്നെ ഭാഗവത മഹാത്മ്യത്തിൽ, സദാസേവ്യ ശ്രീമദ് ഭാഗവതീ കഥ. അതാ പറഞ്ഞത്. അതിന് കാലങ്ങളോ അല്ലെ സമയമോ ഇതൊന്നും അവിടെ ബാധകമല്ല. ആ പ്രമാണമായിട്ട് പറയുന്നു. എപ്പോഴും ഭഗവാനെ സേവിക്കൂ, അല്ലാണ്ട് ഇന്ന സമയത്തെ നാമം ജപിക്കാൻ പാടുള്ളൂ. നട്ടപ്പാതിരയ്ക്ക് എണീറ്റു നാമം ജപിക്കാൻ തോന്നിയാൽ നാമം ജപിക്കുക, യാതൊരു തടസ്സവും ഇല്ല. അതാ നാമജപത്തിന് അങ്ങനെ മറ്റുള്ള യാതൊരു നിയമങ്ങളും. പിന്നെ വ്യാവഹാരിക തലത്തിലാണ് നമ്മൾ ഓരോരോ നിയമങ്ങൾ. ഇപ്പോൾ ഭാഗവത സപ്താഹമായിട്ട് നടത്തുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് അതിനൊരു നിയമം ഭാഗവതത്തിൽ തന്നെ പറയണം. അതുപോലെ തന്നെ ചെയ്യണം. കാരണം ഈ നിയമങ്ങൾ എന്തിനാ? ക്ഷേത്രങ്ങൾ, ആചാരങ്ങൾ, നിയമങ്ങൾ, ഇതൊക്കെ എന്തിനാ? ഇപ്പോൾ ഏറ്റവും കൂടുതലുള്ള ചോദ്യമാണ് ഈ ആചാരങ്ങൾ എന്താ മാറ്റിയ എന്താ കുഴപ്പം, ഇങ്ങനെയുള്ള ഓരോ ചോദ്യങ്ങളാണ്. മാറ്റിയപ്പോൾ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല. മാറ്റം വരുത്തി കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ളതായ കർമ്മങ്ങളാവും പിന്നെ ഉണ്ടാവുക. അതിനനുസരിച്ചുള്ള ഗുണാനും ദോഷമായും നമ്മൾ അനുഭവിക്കേണ്ടി വരും. അത് മാത്രമല്ല, ക്ഷേത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മളൊരു പ്രതിഷ്ഠ നടക്കുന്ന സമയത്ത് ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ദേവന്റെ ആലയാണ്. വിശ്വം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഈശ്വരനെ നമ്മളെപ്പോലുള്ള അല്പജ്ഞാനികളായിരിക്കുന്ന മനുഷ്യന്മാർക്ക് ഈ നിറഞ്ഞു നിൽക്കുന്ന ഭഗവാനെ നമുക്ക് ഈ ജന്മത്തിൽ പോലും സാധിക്കില്ല. അപ്പോൾ അത് ഒരു വൈഡായിട്ട് നമുക്ക് ഒരിക്കലും പോസിബിൾ അല്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കണ്ടെത്തിയതാണ് ദേവതാ സങ്കല്പത്തിൽ ഉപാധിയിലൂടെ എവിടേക്ക് എത്താം? ഭഗവാനിലെ ആ വിരാട് സ്വരൂപത്തിലേക്ക് എത്താം. അതിനു വേണ്ടി ഉപാധിയായിട്ടാണ് ഈ ക്ഷേത്രങ്ങൾ. അപ്പോൾ ഇവിടെ ആ ഉപാധി എങ്ങനെയാണ്? ദേവതാ സങ്കല്പത്തിൽ, അതായത് വിശ്വം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആ ചൈതന്യത്തെ നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു ദേവതയായിട്ട്, നമ്മളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ദേവതയായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് നടക്കാൻ നമുക്കൊരു ഗൈഡായിട്ട്, അല്ലെങ്കിൽ ഒരു മെയിനായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്ന ഒരാളുണ്ടാവുമല്ലോ. ആ ഭഗവാന്റെ രൂപത്തെ പ്രതിനിധീകരിച്ചു കൊണ്ടുള്ള ഒരു ദേവതാ സങ്കല്പമാക്കിയിട്ട് നമ്മൾ
ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠിക്കുന്നു. ഈ പ്രതിഷ്ഠിക്കുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ തീരുമാനിക്കുന്നുണ്ട്. എന്തൊക്കെയാ അത്? സങ്കല്പം അവിടെയാണ്, സങ്കല്പത്തിനാണ്. ക്ഷേത്ര കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അവിടെ ഏറ്റവും പ്രാധാന്യം എന്തിനാണ്? സങ്കല്പത്തിനാണ്. അവിടെ യുക്തിക്കല്ല പ്രാധാന്യം, ആ സങ്കല്പത്തിനാണ്. തുടക്കത്തിൽ നമ്മൾ ഇന്ന കാര്യമാണ്, നമ്മൾ ഒരു വാക്ക് പറഞ്ഞാൽ അത് എന്ത് വേണം? എന്തൊക്കെ നഷ്ടം വന്നാലും അതിനെക്കുറിച്ചൊന്നും വിഷയമല്ല, പറഞ്ഞ വാക്ക് പാലിക്കണം എന്ന് കേട്ടിട്ടില്ലേ? അതേപോലെ തന്നെ ക്ഷേത്രങ്ങളിൽ നമ്മൾ എന്താണ്? ഒരു സങ്കല്പമാണ്, ഇന്ന സങ്കല്പം, വിഷ്ണുവിൻ്റെ സങ്കല്പമാണെങ്കിൽ അല്ലെങ്കിൽ ശിവൻ്റെ അങ്ങനെ ഒരു സങ്കല്പം. ആ സങ്കല്പത്തിന് ഒരു നിയമം ഉണ്ടാക്കുകയാണ്, പടിത്തരങ്ങൾ. അപ്പോൾ ഇന്ന കാര്യങ്ങളൊക്കെ ഇവിടെ ഇന്ന് മുതൽ അനുവർത്തിക്കാം. അപ്പോൾ പ്രതിഷ്ഠാ സമയത്ത് തീരുമാനിക്കും. പിന്നെ നമുക്ക് അത് അനുവർത്തിക്കുക വേണ്ടത്. പിന്നെ അത് എന്താ, അതിന് ശരിയാണോ തെറ്റോ എന്നുള്ള ചോദ്യമില്ല. അവിടെ നമ്മൾ തീരുമാനിച്ച കാര്യം അത് കണ്ടിന്യൂ ചെയ്യുക. ചിലപ്പം ഒരു 10-50 കൊല്ലം മുന്നേ ആയിരിക്കാം ക്ഷേത്രങ്ങൾ അന്ന് നിശ്ചയിച്ച കാര്യമായിരിക്കും. അതായത് ദേവന്റെ ക്രിയകളായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പിന്നെ കാലത്തിനനുസരിച്ച് മാറ്റം വരുത്താൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ കാലത്തിനനുസരിച്ച് മാറ്റം വരുത്താൻ പറ്റാത്തതുണ്ട്. ആ കാര്യമാണ് പറഞ്ഞത്. അത് നമുക്ക് മാറ്റം വരുത്താൻ പറ്റില്ല. കാരണം ആ ക്ഷേത്രം എന്തിനു വേണ്ടിയിട്ടാണോ ആ സമയത്ത് സങ്കല്പിച്ചത് അത് അനുവർത്തിക്കുക എന്നതാണ് ആചാരം എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ നമ്മളെ ഡ്യൂട്ടി എന്താണ്? എന്താണോ അവിടെ നിശ്ചയിച്ചിരിക്കുന്നത് അത് അനുവർത്തിക്കുക. അപ്പം ക്ഷേത്രത്തിൻ്റെ ആ ദേവനായിട്ട് ബന്ധപ്പെട്ട ആ കാര്യങ്ങളുണ്ട്, അതിൽ മാറ്റം വരുത്താൻ വയ്യ. പിന്നെ ഭൗതികപരമായിട്ടുള്ള കാര്യങ്ങൾ അതായത് കാലഘട്ടത്തിനനുസരിച്ച് ആൾക്കാർക്ക്, ആ കമ്മിറ്റിയുള്ള ആൾക്കാർക്കൊക്കെ കൂടി അല്ലെങ്കിൽ ഭക്തന്മാർക്ക് എല്ലാവർക്കും കൂടി തീരുമാനിച്ച് മാറ്റാവുന്ന കാര്യമേ ഉള്ളൂ. ഇതിലൊന്നും ഒരു പ്രശ്നവുമുള്ള കാര്യമല്ല. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കിയ ഒരാൾക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല. അത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. പിന്നെ അറിവ് എന്ന് പറഞ്ഞ സംഗതിയെ 2 തരത്തിൽ ഉപയോഗിക്കാം. നല്ല കാര്യങ്ങൾക്കും അറിവ് ഉപയോഗിക്കാം. അതേ അറിവ് വെച്ചിട്ട് സമൂഹത്തിന് ഭിന്നിപ്പുണ്ടാക്കാനും അല്ലെങ്കിൽ വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യാനും ഉപയോഗിക്കാം. ഒരേ അറിവ് തന്നെയായിരിക്കും. അപ്പം നമ്മളെപ്പോഴും ജാഗ്രതയോടുകൂടി ഇരിക്കണം. ഈ ലോകത്ത് പ്രത്യേകിച്ച് കലിയുഗമാണ്. കലിയുഗത്തിൽ എപ്പോഴും ജാഗ്രതയോടുകൂടി ആ ഭഗവാനെ തന്നെ ആശ്രയിച്ചാൽ മതി. അപ്പം നമുക്കൊരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പം ആൾക്കാർ അവിടെ കിടന്ന് പലതും ഒക്കെ ഉണ്ടാവും, പക്ഷെ അതൊന്നും ബാധിക്കില്ല. കാരണം ഭഗവാനെയാണ് നമ്മൾ ആശ്രയിക്കുന്നത്. അപ്പം നമുക്ക് വേണ്ടതായിരിക്കുന്ന കാര്യങ്ങളൊക്കെ ആര് തരും? ഭഗവാൻ തരും. ഇങ്ങനെ ഭഗവാനെ തന്നെ ആശ്രയിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക.